നിങ്ങൾ അപ്പോൾ നമുക്ക് പൊല്യൂഷൻസിനെ പറ്റിയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂക്ലിയർ പൊല്യൂഷനാണ് ഇന്നത്തെ ടോപ്പിക്ക്. നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിലെ ഏറ്റവും ലാസ്റ്റ് പൊല്യൂഷനാണ്. അപ്പം ന്യൂക്ലിയർ പൊല്യൂഷനെ പറ്റിയിട്ട് നോക്കുകയാണെങ്കിൽ, ന്യൂക്ലിയർ പൊല്യൂഷൻ ഇസ് ദ ഫിസിക്കൽ പൊല്യൂഷൻ ഓഫ് എയർ, വാട്ടർ, സോയിൽ ബൈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് മൂലം വായുവിന് അല്ലെങ്കിൽ വെള്ളത്തിന് അല്ലെങ്കിൽ മണ്ണിൽ ഉണ്ടാകുന്ന ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ ന്യൂക്ലിയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ബൈ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ആറ്റോമിക് ന്യൂക്ലിയൈ ഓഫ് എലമെൻറ്റ്സ് ലൈക്ക് റേഡിയം, യുറേനിയം, തോറിയം എക്സെട്ര എമിറ്റ് പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ഗാമ റേസ്. ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് റേഡിയോ ആക്ടിവിറ്റി. അപ്പം നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവണം ഫിഷനെയും ഫ്യൂഷനെയൊക്കെ പറ്റിയിട്ട്. ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ അല്ലേ, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇവിടെ പറയണത്. അത് നമ്മൾ ഇൻഡസ്ട്രീസിൽ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ വെപ്പൺസായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ വാറൊക്കെ നടക്കുന്ന സമയങ്ങളിൽ. അപ്പം റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ന്യൂക്ലിയർ എലമെൻറ്റ്സ് ആയിട്ടുള്ള റേഡിയം, യുറേനിയം, തോറിയത്തിൽ നിന്നൊക്കെ പ്രോട്ടോൺസും ഇലക്ട്രോണും എമിറ്റ് ചെയ്യുക ഡിസിൻറ്റഗ്രേഷൻ നടക്കുന്ന സമയത്ത് എമിറ്റ് ചെയ്ത് വരുമ്പോൾ റേഡിയോ ആക്ടിവിറ്റി സംഭവിക്കണമെന്നാണ് പറയണത്. ഓക്കെ, ഇനി എവിടെ നിന്നൊക്കെയാണ് ന്യൂക്ലിയർ പൊല്യൂഷൻ്റെ സോഴ്സുകൾ ഉണ്ടാവുന്നത്? നമ്മുടെ ഭൂമിയിൽ എങ്ങനെയൊക്കെയാണ് ന്യൂക്ലിയർ വേസ്റ്റസ് ഉണ്ടാവുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ 2 ടൈപ്പ് സോഴ്സാണുള്ളത്. ഒന്ന് നാച്ചുറൽ സോഴ്സും, രണ്ടാമത്തത് മാൻമെയ്ഡ് സോഴ്സും. നാച്ചുറൽ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യം. ഒന്നാമത്തത് കോസ്മിക് റേസ് ആണ്. കോസ്മിക് റേസ് വിച്ച് ആർ ഫാസ്റ്റ് മൂവിങ് ഹൈലി എനർജറ്റിക് റേഡിയേഷൻ റീച്ചിങ് ദ എർത്ത് ഫ്രം ഔട്ടർ സ്പേസ്. നമ്മുടെ ഭൂമിയുടെ പുറത്തു നിന്ന്, അതായത് നമ്മുടെ ഗാലക്സിയിൽ നിന്നൊക്കെ വന്നിട്ട് കോസ്മിക് റേസ് അതാണ് അതിന് പറയുന്നത്. അത് വളരെ എനർജറ്റിക് ആണ്, ഭയങ്കര സ്പീഡിൽ വന്നിട്ട് നമ്മുടെ ഭൂമിയുടെ പുറംതോടിൽ വന്നിട്ട് എർത്ത് ക്രസ്റ്റിൽ വന്ന് പതിക്കുമ്പോൾ പുറം ഭാഗം എന്താ ഉണ്ടാവും? ഔട്ടർ സ്പേസ് ഒരു ന്യൂക്ലിയർ പൊല്യൂഷൻ സംഭവിക്കണം. ഇനി വേറെ ഒന്ന് ടെറസ്ട്രിയൽ റേഡിയേഷനാണ്. ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ പുറം ഭാഗത്ത് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ, നമ്മൾ പാറയിലോ വെള്ളത്തിലോ ഒക്കെ ഉള്ള ചെറിയ രീതിയിലുള്ള ന്യൂക്ലിയർ എലമെൻസിന്. The terrestrial radiation from atomic nucleus of radioactive elements pressure in the rock, soil and water. Okay. എന്നാൽ മാൻമെയ്ഡ് സോഴ്സ്, രണ്ടാമത്തെ മാൻമെയ്ഡ് സോഴ്സ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്. നമ്മളൊരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ. അപ്പോൾ ന്യൂക്ലിയർ വെപ്പൺസൊക്കെ നമ്മുടെ വാറിൽ മോസ്റ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണിപ്പോൾ. അത്രയും വേഴ്സായിട്ടുള്ള റിസൾട്ടാണ് അതിന് ഉണ്ടാവുക. അപ്പം ഈ ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടെസ്റ്റിങ്ങിൻ്റെ പ്രോസസ്സിങ്ങിലൊക്കെ ഒരുപാട് ന്യൂക്ലിയർ പൊല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. രണ്ടാമത്തത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്. ഈ ഫിഷനും ഫ്യൂഷനൊക്കെ വെച്ചിട്ട് നമ്മുടെ ഇൻഡസ്ട്രീസിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈവൻ നമ്മുടെ ഈ വെപ്പൺസ് ഉണ്ടാക്കാൻ തന്നെ പല പ്ലാന്റ്സൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള പവർ പ്ലാന്റ്സിൽ നിന്നും വേസ്റ്റേജ് ഉണ്ടാകുമ്പോൾ അതും ന്യൂക്ലിയർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. ഇനി മൈനിങ് ആൻഡ് റിഫൈനിങ് ഓഫ് പ്ലൂട്ടോണിയം ആൻഡ് തോറിയം. പ്ലൂട്ടോണിയം, തോറിയം ഒക്കെ കുഴിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ റിഫൈനിങ്ങിൻ്റെ പ്രോസസ്സിങ്ങിലൊക്കെ ന്യൂക്ലിയർ വേസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ ന്യൂക്ലിയർ പൊല്യൂഷന് കാരണമാകുന്നു. In atomic reactors, both fuel elements and coolants are sources of radiation pollution. അപ്പം ഇന്നലെ നമ്മൾ കൂളൻസിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ആറ്റോമിക് റിയാക്ടേഴ്സിലൊക്കെ അവിടെയുള്ള ഇൻഡസ്ട്രീസിലൊക്കെ കൂളൻറ്റ് ചെയ്യുമ്പോഴും ഫ്യൂവൽസൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന വേസ്റ്റുകളിലൊക്കെ ന്യൂക്ലിയർ പൊല്യൂഷന് കാരണമാവുന്നുണ്ട്. The disposal of radioactive waste from atomic reactors make ന്യൂക്ലിയർ. അപ്പം റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യും, നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്യാതിരിക്കുന്ന സമയത്തും ന്യൂക്ലിയർ പൊല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സോഴ്സുകൾ. ഇനി എന്തൊക്കെയാണ് ഈ ന്യൂക്ലിയർ പൊല്യൂഷൻ്റെ എഫക്റ്റ്, എങ്ങനെയൊക്കെയാണ് നമ്മളെ അത് ബാധിക്കുന്നത്? ഒന്ന്, ഹൈ ഡോസ് റേഡിയേഷൻ ക്യാൻ കോസ് ഇൻസ്റ്റൻറ്റ് ഡെത്ത്. മരണത്തിന് വരെ ഇത് കാരണമാവാം. ലോ ഡോസ് റേഡിയേഷൻ ക്യാൻ ഇമ്പയർ ദ ഫങ്ഷൻ ഓഫ് ദ ബോഡി ഓർഗാനിസം. അപ്പോൾ നല്ല ഡോസിലുള്ള റേഡിയേഷനാണ് നമ്മുടെ ശരീരത്തിൽ വരണമെങ്കിൽ മരണത്തിന്, നമ്മുടെ നല്ല ഏത് ജീവജാലത്തിൻ്റെ ദേഹത്ത് പോവുകയാണെങ്കിലും
മരണത്തിന് വരെ കാരണമാവാം. ചെറിയ രീതിയിലുള്ള റേഡിയേഷനൊക്കെ ആണെങ്കിൽ നമ്മുടെ ബോഡി ഫങ്ഷൻസിനെയാണ് അത് എഫക്റ്റ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ അണച്ചാൽ ഒറ്റയടിക്ക് തീർന്നു പോകും. രണ്ടാമത്തെ രീതിയിൽ ചെറിയ ഡോസ് അണച്ചാൽ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും. അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ പലരും വീട്ടിലൊക്കെ പറയണ കേൾക്കാം, ഫോണ് തലേണ്ണയുടെ അടിയിൽ വെച്ച് കിടക്കരുത് എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം എന്താണ്? റേഡിയേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ റേഡിയേഷൻ നമ്മുടെ ഹെൽത്തിന് നന്നല്ല, അതുകൊണ്ടാണ് പറയണത്. ഇനി രണ്ടാമത്തെ, വെൻ ന്യൂക്ലിയർ റേഡിയേഷൻ പാസ് ത്രൂ ജനറ്റിക് സെൽസ് ദേ എഫക്റ്റ് ദി ക്രോമസോംസ്. ക്രോമസോംസൊക്കെ നമ്മുടെ ബോഡിയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതിനെയൊക്കെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിനെ ആണെങ്കിലും നമ്മുടെ ബോഡി സിസ്റ്റത്തിനെ ആണെങ്കിലും ഈവൻ നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെ ആണെങ്കിൽ പോലും അത് എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ റേഡിയേഷന് അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ട്, ബാഡ് എഫക്റ്റാണത്. ഇനി വെൻ ദ ജനറ്റിക് സെൽസ് ആർ എഫക്റ്റഡ് ദ ജീൻസ് ആർ ഓൾസോ എഫക്റ്റഡ്, ദാറ്റ് ഈസ് മ്യൂട്ടേഷൻ ഒക്കേഴ്സ്. അപ്പോൾ ജീൻസ് പറഞ്ഞു കേട്ടിട്ടില്ലേ, പാരമ്പര്യമായിട്ട് നമുക്ക് പല കഴിവുകളും കിട്ടുന്നുണ്ടായിരിക്കും. അതൊക്കെ എന്താ, ജനറ്റിക്കലായിട്ട് കിട്ടുന്നതാണ്, ജീനുകൾ വഴി ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ജീൻ എന്ന് പറയുന്നതിൽ നിന്നാണല്ലോ നമ്മളെല്ലാവരും ഉണ്ടായി എന്നൊക്കെ പറയണത്. അപ്പോൾ ഇതിനെ വരെ റേഡിയേഷൻ എഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം വേഴ്സായിട്ടുള്ളൊരു സാധനമായിരിക്കും ഈ ന്യൂക്ലിയർ പൊല്യൂഷൻ. ഇനി ട്യൂമേഴ്സ്, ക്യാൻസേഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റൽ ചേഞ്ചസ് ആർ അതർ എഫക്ട്സ് ഓഫ് ന്യൂക്ലിയർ പൊല്യൂഷൻ. ട്യൂമേഴ്സ്, ക്യാൻസർ നമുക്കറിയാം, എത്രയോ ക്യാൻസർ സെൻറ്റേഴ്സ് ഇപ്പോൾ പൊങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ, ഒരു ന്യൂക്ലിയർ പൊല്യൂഷൻ കാരണം തന്നെയാണ്. അപ്പം ഇതൊക്കെയാണ് ന്യൂക്ലിയർ പൊല്യൂഷൻ്റെ എഫക്റ്റ്. ഇനി നമുക്ക് എങ്ങനെയൊക്കെ അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും? ഒന്നാമത്തെ പോയിൻ്റ്, റേഡിയേഷൻ എക്സ്പോഷർ പ്രൊട്ടക്ഷൻ. അപ്പം ഈ റേഡിയേഷൻ്റെ സംഭവങ്ങളൊക്കെ എക്സ്പ്ലോഷറിനും സാധ്യത, പൊട്ടിത്തെറിക്കുള്ള സാധ്യത ഉണ്ടായിരുന്നു. നമ്മൾ ഫിഷൻ്റെയും ഫ്യൂഷൻ്റെയും കാര്യം തന്നെ അറിയാമല്ലോ. പ്രോട്ടോൺസ് തമ്മിൽ കൂട്ടിമുട്ടിക്കുക, ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിൽ കൂട്ടിമുട്ടിച്ച് പൊട്ടിത്തെറിപ്പിക്കുക, ഇതാണല്ലോ ഫിഷനും ഫ്യൂഷനൊക്കെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ എക്സ്പോഷറിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ 3 പ്രിൻസിപ്പിളാണ് റേഡിയേഷൻ പ്രൊട്ടക്ഷനിൽ നമ്മൾ മെയിനായിട്ട്, എക്സ്പോഷറിൽ പ്രൊട്ടക്ഷനിൽ മെയിനായിട്ട് നോക്കേണ്ടത്. ഒന്ന്, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ദ എക്സ്പോഷർ ഇൻക്രീസ് ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ഫ്രം സോഴ്സ്. ഇത് എടുത്തു വെച്ചിട്ടുള്ള സ്ഥലത്ത് നിന്നിട്ട് നല്ലപോലെ ഡിസ്റ്റൻസിൽ മാറി നിൽക്കുക. ടൈം ടു എക്സ്പോഷർ ഷുഡ് ബി കീപ്പ്. അപ്പോൾ ടൈം, പൊട്ടിത്തെറിയുടെ സമയം, എക്സ്പോഷർ, പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള സാധനത്തിനെയാണല്ലോ നമ്മൾ ഈ എക്സ്പോഷർ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഏകദേശം എന്ന് വെച്ചാൽ നമ്മൾ വാലിഡിറ്റിയൊക്കെ നോക്കി, എക്സ്പയറി ഡേറ്റൊക്കെ നോക്കിയിട്ട് കൊണ്ട് നടക്കുക. ഷീൽഡ് ചെയ്ത് വയ്ക്കുക, കവർ ചെയ്തിട്ട് വയ്ക്കുക. രണ്ടാമത്തത്, റേഡിയേഷൻ കണ്ടാമിനേഷൻ പ്രൊട്ടക്ഷൻ. അപ്പം റേഡിയേഷൻ കണ്ടാമിനേറ്റഡ് ആവാതിരിക്കുക എന്ന് വെച്ചാൽ അത് എപ്പോഴും നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ട് തന്നെ കൊണ്ട് നടക്കുക. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? റേഡിയേഷൻ പാർട്ടിക്കിൾസ് ആർ പെർട്ടിക്കുലർലി ഹസാർഡിയസ് ഇഫ് ഇൻഹെയിൽഡ്. This can be minimized by using laboratory hoods, air filters, wearing protective clothing, prohibiting smoking and eating where radioactive materials is used. അപ്പോൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആവട്ടെ, അല്ലെങ്കിൽ ഏത് സ്ഥലത്താണോ അത് ഉപയോഗിക്കേണ്ടി വരുന്നത്, ആ സ്ഥലങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് കാരണം ഉണ്ടാകുന്ന പൊല്യൂഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സിങ് അവരെ കൊടുക്കുക. അവിടെ എംപ്ലോയീസിനൊക്കെ, ഇപ്പോൾ നമ്മൾ കൊറോണയ്ക്ക് വേണ്ടിയിട്ട് PPI കിറ്റ് ധരിക്കുന്നുണ്ട് ആരോഗ്യ പ്രവർത്തകർ, അല്ലേ? അതിനെന്താ, കൊറോണ വൈറസ് നമ്മളെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ, നമ്മളെ ഒരു സേഫായിട്ടിരിക്കുക. അതേമാതിരി തന്നെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഉള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അതിനെ എതിർക്കാൻ പാകത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ക്ലോത്തുകൾ ധരിക്കുക, മാസ്ക് യൂസ് ചെയ്യുക, എയർ ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഓക്സിജൻ്റെ അളവ് അതിലേക്ക് കൂടുതലായി കൊടുത്തുകൊണ്ടിരിക്കുക ആ സ്ഥലങ്ങളിലേക്ക്. പിന്നെ ഇത്തരം സ്ഥലങ്ങളിൽ സ്മോക്ക് ചെയ്യുന്നത് പ്രോഹിബിറ്റ് ചെയ്യുക, ഭക്ഷണം അവിടെ ഇരുന്ന് കഴിക്കാതിരിക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ റേഡിയേഷൻ കണ്ടാമിനേഷൻ ഇല്ലാതിരിക്കും. ഇനി ഏരിയ കൺട്രോൾ ചെയ്യുക. ഏരിയ വിച്ച് കോസസ് എക്സ്പോഷർ ടു radiation are required to have controlled accessibility and should mark radiation zone. നമ്മൾ നമ്മുടെ
റോഡിൻ്റെയൊക്കെ സൈഡിലുള്ള ട്രാൻസ്ഫോമേഴ്സിൻ്റെയൊക്കെ താഴെ ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ട് 2 കൈയൊരു തലയോട്ടിയൊക്കെ കണ്ടിട്ടില്ലേ? അതെന്താ പ്രൊട്ടക്ഷനാണ് അവിടെ. അതിൽ ആവശ്യമില്ലാതെ പോയി തൊടരുത്, കറണ്ട് അടിക്കും എന്നുള്ളൊരു പ്രൊട്ടക്ഷൻ. അതേമാതിരി തന്നെ ഈ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ഉള്ള സാധനങ്ങളുടെ അടുത്തൊക്കെ ഒരു സോണായിട്ട് റേഡിയേഷൻ സോണാണ്, അവിടേക്ക് ആർക്കും പ്രവേശനമില്ല എന്ന് തന്നെ എഴുതി വയ്ക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇനി പിന്നെ ഒരു കാര്യം, കളക്റ്റിംഗ്, സ്റ്റോറേജ് ആൻഡ് ഡിസ്പോസൽ. ഇപ്പോൾ എന്താണെങ്കിലും വേസ്റ്റേജ് ഉണ്ടായിരിക്കും അല്ലേ? ഒരു ഇൻഡസ്ട്രി ആണെങ്കിലും ഈവൻ നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടെ അതിനൊക്കെ വേസ്റ്റ് ഉണ്ട്. അപ്പം ഈ വേസ്റ്റ് നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ന്യൂക്ലിയർ പൊല്യൂഷൻ ഒരു വിധം വരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എങ്ങനെ? Solid waste of low activity are collected in paper or plastic lined containers and disposed in an approved manner. അപ്പം ഇത് സംസ്കരിക്കുന്നതിന് അല്ലെങ്കിൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതിന് ഒരു പ്രത്യേകതരം റൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഡയറക്റ്റ് മണ്ണിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ വളരെയധികം നാശമായിരിക്കും അതിന് സംഭവിക്കുക. ബാഡ് എഫക്ട്സ് ആയിരിക്കും എല്ലാ അനിമൽസിനും പ്ലാന്റ്സിനും ഒക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിന് പ്രത്യേകതരം റൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അപ്രൂവ്ഡ് മാനറിൽ സാധനങ്ങൾ ഡിസ്പോസ് ചെയ്യുക, ന്യൂക്ലിയർ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുക. ഇനി ഹൈ ലെവൽ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് മേ ബി കളക്റ്റഡ് ഇൻ സ്പെഷ്യൽ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് മേ ബി യൂസ്ഡ് ടു സ്റ്റോർ ദം. അപ്പം ആദ്യത്തെ പറഞ്ഞ കേസ് ചെറിയ തോതിലുള്ള ന്യൂക്ലിയർ എഫക്ട്സ് ഒക്കെ ഉള്ളൂ വെച്ചാൽ അത് യൂസ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഇനി ഹൈ ലെവൽ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ആണെങ്കിൽ നല്ല റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള പുറത്തേക്ക് പോയാൽ തന്നെ ആൾക്കാരെ കാറ്റ് പോകും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ പുറത്ത് വിടാതിരിക്കുക, ഡിസ്പോസ് ചെയ്യാതിരിക്കുക. ഒരു ഇതിൽ കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്തിട്ട് സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് സൂക്ഷിച്ച് വയ്ക്കുക. അപ്പം ഇത്രയാണ് ന്യൂക്ലിയർ പൊല്യൂഷനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മളന്ന് പറഞ്ഞത്? എന്താ ന്യൂക്ലിയർ വേസ്റ്റ് എന്ന് പറഞ്ഞു. 2 ടൈപ്പ് സോഴ്സാണുള്ളത്. ഒന്ന് നാച്ചുറൽ സോഴ്സും രണ്ടാമത്തേത് മാൻമെയ്ഡ് സോഴ്സും. നാച്ചുറൽ സോഴ്സ് കോസ്മിക് റേസും ടെറസ്ട്രിയൽ റേസുമാണ്. മാൻമെയ്ഡ് സോഴ്സ് ആകുമ്പം ഈ ന്യൂക്ലിയർ വേസ്റ്റസ് ഒക്കെ സംഭവിക്കുന്നത്. ഇനി എഫക്റ്റ് ഓഫ് ന്യൂക്ലിയർ പൊല്യൂഷൻ, അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് നമ്മളത് എഫക്റ്റ് ചെയ്യണമെന്ന് നോക്കി. പിന്നെ ന്യൂക്ലിയർ പൊല്യൂഷനെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം. 3 പ്രിൻസിപ്പിൾ: ഡിസ്റ്റൻസ്, ടൈം, ഷീൽഡിങ്. പിന്നെ പ്രൊട്ടക്ഷൻ, കണ്ടാമിനേഷൻ പ്രൊട്ടക്ഷൻ ചെയ്യുക. പിന്നെ ഏരിയ കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യുക. ഡിസ്പോസലിൻ്റെ സമയത്ത് അപ്രൂവ്ഡ് മാനറിൽ ഡിസ്പോസ് ചെയ്യുക. പുറത്ത് പോയാൽ മോശമാണെന്ന് തോന്നുന്ന അത്രയും ഹൈലി എഫക്റ്റീവായിട്ടുള്ള റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ പുറത്ത് വിടാതെ സേഫായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഓക്കെ.